നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. MDMA കേസ്, അറസ്റ്റിലായത് യൂത്ത് കോൺഗ്രസ്സുകാരൻ, നേരിട്ടറിയാമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്നു. ആഗസ്റ്റിൽ മാത്രം പനിക്ക് ചികിത്സ തേടിയത് 1 ലക്ഷം പേർ. സതീശനും മോദിക്കും എതിരെയുള്ള വാർത്തകൾ മാത്രം തെരഞ്ഞുപിടിച്ച് എങ്ങനെ ഒഴിവാക്കുന്നു MV ഗോവിന്ദൻ. ഒടുവിൽ അമിത്ഷാ എത്തി, ഒന്നും മിണ്ടിയില്ല. വന്ദേമാതരം പാടി സഭ പിരിഞ്ഞു. തപാൽ ഓഫീസുകൾ പൂട്ട്, ജീവനക്കാരും വിദ്യാർത്ഥികളും വെട്ടിലാകും, പൊതുജനം വലയും. ലക്ഷ്യം സ്വകാര്യ ആശുപത്രികൾ സഹായിക്കൽ. പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തുന്ന വൃക്ക രോഗികൾ എവിടെ പോകും? കാസർഗോഡ് കാലിക്കടവിൽ മയക്കുമരുന്നുമായി പിടിയിലായ കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടറിയാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പത്രസമ്മേളനത്തിൽ MDMA കേസിനെ പറ്റിയുള്ള ചോദ്യത്തിന് മറുപടി പറയുകയാണ് അറസ്റ്റായ മുഹമ്മദ് ഹുസൈനെ നേരിട്ടറിയാമെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചത്. ഹുസൈന്റെ വീട്ടിൽ താൻ പോയിട്ടുണ്ടെന്നും തന്റെ വീട്ടിൽ ഹുസൈൻ വന്നിട്ടുണ്ടെന്നും സതീശൻ പറഞ്ഞു. അറസ്റ്റായവരെ നേരിട്ടറിയാം. മുഹമ്മദ് ഹുസൈൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. അയാളെ നേരിട്ട് അറിയാം. ഫോണിൽ വിളിച്ച് പലതവണ സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും വീട്ടിൽ വരാമെന്ന് ഒരു തവണ സംസാരിച്ചപ്പോൾ പറഞ്ഞു. പിന്നീട് ഒരു പരിപാടിക്ക് പോയപ്പോൾ ആ വീട്ടിൽ പോയി. പരിക്ക് പറ്റി കിടന്നപ്പോൾ ആശ്വസിപ്പിക്കാനായി വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറെ തവണ കണ്ടിട്ടുണ്ട്, സതീശൻ പറഞ്ഞു. എന്നാൽ സതീശന്റെ വാദത്തിലും അസ്വാഭാവികതയുണ്ട്. പരിക്ക് പറ്റിയപ്പോൾ ആശ്വസിപ്പിക്കാൻ എന്ന നിലയിലാണ് കാണാൻ പോയതെന്ന് സതീശൻ പറഞ്ഞത്. പക്ഷേ ഹുസൈൻ പങ്കുവച്ച വീഡിയോയിൽ പരിക്കുകളൊന്നുമില്ല. ഹുസൈനെ അറിയാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നതോടെ അറസ്റ്റിലായത് തങ്ങളുടെ ഭാരവാഹിയെന്ന യൂത്ത് കോൺഗ്രസിന്റെ വാദവും പൊളിഞ്ഞു. മുഹമ്മദ് ഹുസൈൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയല്ലെന്നായിരുന്നു എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ന്യായീകരണം. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മറ്റു ചുമതലകളിൽ നിന്നും ഹുസൈനെ നീക്കിയതായാണ് ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും യൂത്ത് കോൺഗ്രസ് ബൂത്ത് ഭാരവാഹിയുമാണ് മുഹമ്മദ് ഹുസൈൻ. എന്നാൽ ഹുസൈൻ തന്റെ PR ടീമിലുണ്ടെന്ന കാര്യം സതീശൻ നിഷേധിച്ചു. തനിക്ക് PR ടീമില്ലെന്ന് പറഞ്ഞ സതീശൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പിന്നാലെ ഓരോരുത്തരും ഓരോന്നിലൊക്കെ അംഗമായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് തടിതപ്പി മറുപടി അവസാനിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്നു. ആഗസ്റ്റിൽ മാത്രം പനിക്ക് ചികിത്സ തേടിയത് 1 ലക്ഷം പേർ. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നിരവധി പേരാണ് പനി, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സ തേടിയത്. ആരോഗ്യവകുപ്പിന്റെ കണക്കുകളനുസരിച്ച് ചൊവ്വാഴ്ച മാത്രം 11,921 പേരാണ് സംസ്ഥാനത്ത് പനി ബാധിച്ച് ചികിത്സ തേടിയത്. 156 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് പനി ബാധിച്ചിട്ടുള്ളത്. 2,961 ഔട്ട് പേഷ്യന്റ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മാത്രം 92 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. പാലക്കാട് 19, തിരുവനന്തപുരം 18, തൃശൂർ 15, എറണാകുളം 11 ജില്ലകളിലാണ് കൂടുതൽ കേസുകൾ. 264 സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്താകെ 17 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. ചൊവ്വാഴ്ച മാത്രം 2 എലിപ്പനി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. തൃശൂർ, മലപ്പുറം ജില്ലകളാണ് എലിപ്പനി മരണങ്ങൾ ഉണ്ടായത്. ചൊവ്വാഴ്ച 33 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. 1979 വയറിളക്ക രോഗബാധയും 145 ഇൻഫ്ലുവൻസ കേസുകളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 83 പേർക്ക് ചിക്കൻ ബോക്സ്, 3 പേർക്ക് ഷിഗല്ല, 8 പേർക്ക് മലേറിയ എന്നിവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം ആകെ 1,09,087 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. 2 പനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ മാസം ഇതുവരെ 902 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 147 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. 10 പേർ മരണപ്പെടുകയും ചെയ്തു. ആഗസ്റ്റിൽ 271 മഞ്ഞപ്പിത്ത രോഗബാധയാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. 17,198 വയറിളക്ക രോഗ കേസുകളും 983 ഇൻഫ്ലുവൻസ കേസുകളും സ്ഥിരീകരിച്ചു. മഴയും മഴക്കെടുതിയും കാരണം തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടതാണ്. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളവുമായി സമ്പർക്കമുണ്ടായാൽ എലിപ്പനി പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലൈൻ കഴിക്കണം. ചുമയോ തുമ്മലോ ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കണം. പനിയുള്ളവർ സ്വയം ചികിത്സ പാടില്ല. വയറിളക്ക ലക്ഷണങ്ങൾ കണ്ടാൽ നിർദ്ദേശപ്രകാരം ORS കഴിക്കണം. ഭക്ഷണം ചൂടോടെ കഴിക്കാൻ ശ്രദ്ധിക്കണം. ജീവിതശൈലി രോഗങ്ങളുള്ളവർ മരുന്ന് നിർബന്ധമായും കഴിക്കണം. ക്യാമ്പുകളിൽ നിന്ന് വളർത്തുമൃഗങ്ങളെ പരമാവധി ഒഴിവാക്കണം. കിണർ വെള്ളം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേറ്റ് ചെയ്യണം. കുട്ടികളെയും ഗർഭിണികളെയും പാലിയേറ്റീവ് രോഗികളെയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒടുവിൽ അമിത്ഷാ എത്തി, ഒന്നും മിണ്ടിയില്ല. വന്ദേമാതരം പാടി സഭ പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കും നാടകീയതകൾക്കും ഒടുവിൽ പാർലമെന്റ് വർഷകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്കും നിരന്തര ആവശ്യങ്ങൾക്കും ഒടുവിൽ ഇതുവരെ സഭയിലെത്താതിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമ്മേളനത്തിന്റെ അവസാന ദിനമായ വ്യാഴാഴ്ച എത്തി. എന്നാൽ ഒരക്ഷരം പോലും സഭയിൽ പറയാതെ സഭ പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സഭയിലെത്തി. നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമെന്നും അമിത്ഷാ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് അദ്ദേഹം എത്തിയത്. മാത്രമല്ല, സഭയിൽ യാതൊരുവിധ ചർച്ചകളോ വിശദീകരണങ്ങളോ ഉണ്ടായില്ല. സഭ ചേർന്ന ഉടൻ തന്നെ ചർച്ചകളില്ലാതെ വന്ദേമാതരം ആലപിച്ച് സഭ പിരിയുകയായിരുന്നു. സഭയ്ക്കുള്ളിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ നേർക്കുനേർ വരികയും പുറത്തു മഗർദ്വാറിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും
ചെയ്തിരുന്നു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി സമരങ്ങളോടും പോലീസ് നടപടികളോടും സർക്കാർ മുഖം തിരിക്കുകയാണെന്നും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. സഭ തുടങ്ങുന്ന അന്നും അവസാന ദിവസവും മാത്രമാണ് പ്രധാനമന്ത്രിയെ സഭയിൽ കണ്ടതെന്നും പ്രതിഷേധങ്ങളോട് അദ്ദേഹം മൗനം പാലിക്കുകയാണെന്നും വിമർശനം ഉയർന്നു. മന്ത്രിമാരുടെ സംയുക്ത സംഘം ആറളം ഫാം സന്ദർശിക്കും. വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രിമാരുടെ സംയുക്ത സംഘം അടുത്ത മാസം ആറളം ഫാം സന്ദർശിക്കും. വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ജോൺ, വൈദ്യുതി പരിസ്ഥിതി വകുപ്പ് മന്ത്രി MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, SC/ST പിന്നോക്ക ക്ഷേമ മന്ത്രി കെ തുളസി, പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ എന്നിവരാണ് ആറളം ഫാം സന്ദർശിക്കുന്നത്. ഇതിന് ഇന്നലെ സെക്രട്ടേറിയറ്റിൽ വനം വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ കൂടിയ മന്ത്രിതല യോഗത്തിലാണ് തീരുമാനം. ചാൽ ബീച്ചിൽ സുനാമി, ജാഗ്രതയിൽ കടൽത്തീരം. ദുരന്ത പ്രതികരണ മാതൃകയായി മോക്ഡ്രിൽ. അതുവരെ ശാന്തമായിരുന്ന കടലിൽ അസ്വാഭാവികമായ തിരയിളക്കം. പെട്ടെന്ന് ഇരുണ്ടുമൂടി മഴയെത്തിയോടെ കടലിൽ രൗദ്രതയുടെ നിഴൽ. താലൂക്കിലെ IRS നിയന്ത്രണ മുറിയിൽ നിന്നും അടിയന്തര സന്ദേശമെത്തി. ചാൽ ബീച്ചിന് സമീപം വൻ സുനാമിയുടെ സാധ്യതകളുമായി ദുരന്ത മുന്നറിയിപ്പിന്റെ മേൽ സന്ദേശങ്ങൾ ഇത് കൂടിയായതോടെ പരിഭ്രാന്തരായിരുന്നു ചാൽ ബീച്ചിന്റെ തീരങ്ങളെല്ലാം. അഗ്നിരക്ഷാസേനയുടെയും പോലീസിന്റെയും വാഹനങ്ങളും ആംബുലൻസുകളുമെല്ലാം കടൽ തീരത്തേക്ക് പാഞ്ഞെത്താൻ തുടങ്ങി. അടിയന്തര സാഹചര്യങ്ങളെല്ലാം നേരിടാനുള്ള സർവ്വസന്നാഹങ്ങളും കടൽ തീരത്തെത്തിയതോടെ പ്രദേശവാസികളും നാട്ടുകാരുമെല്ലാം ഒന്ന് അമ്പരന്നു. സുനാമി ദുരന്ത മുന്നറിയിപ്പിനെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഒഴിപ്പിക്കൽ നടപടിയുടെ നേർക്കാഴ്ചകൾക്കാണ് പിന്നീട് ഈ തീരം സാക്ഷ്യം വഹിച്ചത്. മണിക്കൂറുകൾ നിന്ന കൂട്ടായ പരിശ്രമങ്ങളാൽ 50ഓളം കുടുംബങ്ങളെയും സംരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതോടെയാണ് ആശങ്കകൾക്കെല്ലാം വിരാമമായത്. മോക്ഡ്രില്ലിന് മുന്നോടിയായി പ്രദേശവാസികൾക്ക് അറിയിപ്പ് നൽകിയിരുന്നെങ്കിലും സന്നാഹങ്ങളുടെ കൃത്യതയായതും ഒരു നിമിഷം നാടിനെ ജാഗ്രതയിലാക്കിയത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശാനുസരണം അഴീക്കോട് ചാൽ ബീച്ചിൽ നടന്ന റെഡി സുനാമി മോക്ഡ്രില്ലാണ് ദുരന്ത പ്രതികരണ മുന്നൊരുക്കത്തിന്റെ മാതൃകയായത്. സ്കൂൾ വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവം റിപ്പോർട്ട് തേടി ബാലാവകാശ കമ്മീഷൻ. കണ്ണൂർ മൊറാഴയിലെ സ്വകാര്യ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ജഫാക്കിഷ് റെയ്ഹാൻ തലശ്ശേരിയിലെ വീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് റിപ്പോർട്ട് തേടി. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറോട് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായും കുടുംബത്തെ സന്ദർശിച്ച ചെയർപേഴ്സൺ KV മനോജ് കുമാർ, അംഗം B മോഹൻ കുമാർ എന്നിവർ പറഞ്ഞു. ക്ലാസ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അധ്യാപിക മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്ക് പറഞ്ഞുവെന്നും അത് ജഫാക്കിഷിന് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്നുമായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. സതീശനും മോദിക്കുമെതിരെയുള്ള വാർത്തകൾ മാത്രം തെരഞ്ഞുപിടിച്ച് എങ്ങനെ ഒഴിവാക്കുന്നു MV ഗോവിന്ദൻ. തനിക്ക് അനുകൂലമല്ലാത്ത ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ മെറ്റയോട് ആവശ്യപ്പെട്ടതിലൂടെ സോഷ്യൽ മീഡിയ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയാണ് UDF സർക്കാർ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിവരങ്ങൾ പോലും അപ്രത്യക്ഷമാവുന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ മയക്കുമരുന്ന് മാഫിയ ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകളും പോസ്റ്റുകളും കൂട്ടത്തോടെ കാണാതാകുന്നു. ഒരു ദേശീയ മാധ്യമത്തോട് സോഷ്യൽ മീഡിയ നിയന്ത്രിക്കണം എന്ന അഭിപ്രായം മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നരേന്ദ്രമോദിയുടെ വഴി തന്നെയാണ് സതീശൻ സർക്കാരും നീങ്ങുന്നതെന്ന് വ്യക്തമാകുകയാണെന്നും MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മെറ്റുമായി ബന്ധപ്പെട്ട് താനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് സതീശൻ അവകാശപ്പെടുന്നത്. സതീശനും മോദിക്കുമെതിരെയുള്ള വാർത്തകൾ മാത്രം തെരഞ്ഞുപിടിച്ച് എങ്ങനെ ഒഴിവാക്കുന്നു എന്നതാണ് പ്രശ്നം. വാർത്തകൾ മാത്രമല്ല, നൂറുകണക്കിന് പ്രൊഫൈലുകളും പേജുകളുമാണ് അപ്രത്യക്ഷമായത്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള വെല്ലുവിളിയാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജിലെത്തുന്ന വൃക്കരോഗികൾ എവിടെ പോകും? കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നെഫ്രോളജി വിഭാഗം കുത്തഴിഞ്ഞ നിലയിൽ. രോഗികൾ അനുഭവിക്കുന്നത് വലിയ ദുരിതം. തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ മാത്രമാണ് നെഫ്രോളജി രോഗികളെ പരിശോധിക്കുന്നത്. 3 മാസം മുന്നേ OPയിൽ 3 ഡോക്ടർമാർ 150 വൃക്കരോഗികളെ പരിശോധിച്ചു കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു ഡോക്ടർ മാത്രമാണ് OPയിൽ രോഗികളെ പരിശോധിക്കാൻ നിലവിലുള്ളത്. 30 രോഗികൾക്ക് മാത്രമാണ് ഇപ്പോൾ ടോക്കൺ നൽകുന്നത്. ഇതുകൊണ്ട് തന്നെ രാവിലെ 7 മണിക്ക് കൊടുക്കുന്ന ടോക്കണായി തലേന്ന് വന്ന് ഹോസ്റ്റലിൽ ഇരുന്ന് രാവിലെ 5 മണിക്ക് മുന്നേ ക്യൂവിൽ നിൽക്കേണ്ട ഗതികേടിലാണ് വൃക്കരോഗികളും ഒന്നിച്ചുള്ളവരും. ടോക്കൺ വിതരണം 30ആയി പരിമിതപ്പെടുത്തിയതിനാൽ വയനാട്, കാസർഗോഡ് ജില്ലകളിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്നും വരുന്ന നിരവധി രോഗികൾക്ക് ടോക്കൺ കിട്ടാതെ ഡോക്ടറെ കാണാൻ പറ്റാത്ത ചികിത്സ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇടത് സർക്കാർ ഭരണത്തിലെത്തിയപ്പോൾ മികച്ച രീതിയിൽ കൊണ്ടിരുന്നതായിരുന്നു ഇവിടുത്തെ വൃക്കരോഗ വിഭാഗം. വൃക്ക മാറ്റിവെക്കൽ യൂണിറ്റിന് അനുമതി ലഭിച്ചിരുന്നു. ട്രാൻസ്പ്ലാന്റേഷൻ ICU, പ്രത്യേക സജ്ജീകരണങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവ ആശുപത്രിയുടെ 6ാം നിലയിൽ സജ്ജമാക്കിയിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് അനുബന്ധ ക്രമീകരണങ്ങളും ഒരുക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൊസോട്ടോക്കയുടെ ലൈസൻസ് മെഡിക്കൽ കോളേജിൽ ലഭ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വൃക്ക ദാതാക്കളായ അടുത്ത ബന്ധുക്കൾക്കും നെഫ്രോളജി OPയിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഒരുങ്ങുന്നതിനിടെയാണ് ഭരണമാറ്റം സംഭവിച്ചത്. ദേശീയ ലൈബ്രറി ദിനം ആചരിച്ചു. അമല മെഡിക്കൽ കോളേജിലെ പ്രൊദൂഷൻ ഫാദർ ഗബ്രിയൽ സെൻട്രൽ ലൈബ്രറി ദേശീയ ലൈബ്രറി ദിനം വിവിധ പരിപാടികളുടെ ആചരിച്ചു. പുസ്തക പ്രദർശനം, എഴുത്തുകാരനും അമലയിലെ ഡോക്ടറുമായ ഡോക്ടർ ഹരികൃഷ്ണൻ, ജനറൽ മാനേജർ
ജോർജിയോ ലൂയിസ് എന്നിവർ ഡോക്ടർ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം വായനയ്ക്ക് തുറന്നു വെച്ചുകൊണ്ട് നിർവഹിച്ചു. ഇന്ത്യയിലെ ഗ്രന്ഥാലയ ശാസ്ത്രത്തിന്റെ പിതാവായ ഡോക്ടർ SR രംഗനാഥന്റെ ജന്മവാർഷിക ദിനമായ ആഗസ്റ്റ് 12 ദേശീയ ലൈബ്രറി ദിനമായി ആചരിക്കുന്നത്. ലൈബ്രറി സയൻസ് എന്ന ശാസ്ത്രശാഖയെ വളർത്തിയെടുക്കുന്നതിനും ലൈബ്രറി സേവനങ്ങൾ ശാസ്ത്രീയമാക്കുന്നതിനും വിവിധ സംസ്ഥാനങ്ങളിൽ പബ്ലിക് ലൈബ്രറി നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും വേണ്ടി ശ്രമിച്ച ഡോക്ടർ രംഗനാഥൻ മദ്രാസ് സർവകലാശാലയിൽ ഗണിതശാസ്ത്ര പ്രൊഫസറും ലൈബ്രറിയനുമായിരുന്നു എന്ന് ചീഫ് ലൈബ്രറിയൻ പ്രൊഫസർ ഡോക്ടർ A.T. ഫ്രാൻസിസ് അനുസ്മരിച്ചു. ഡോക്ടർ ഡിജോ ഡേവിഡ്, സീനിയർ ലൈബ്രറിയൻ ലിറ്റി വിജയ്, ഗ്ലാഡിസ് ജോർജ്, ജിക്കോ കോടങ്ങടത്ത്, സീബ സിച്ചി എന്നിവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി.